സോ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വെരി 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 ഗുഡ് മോർണിംഗ്. ഹാൻഡിൽ ലോക്ക് ഒക്കെ ചെയ്തേക്കല്ലേ ചേടാ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഫോർ ദ മഴ തിങ്. മഴയാണെങ്കിൽ നിതംബങ്ങൾ നനയും. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച അടുത്ത വണ്ടി ഓല S1 Pro. നമ്മളതിൻ്റെ റേഞ്ച് നോക്കാൻ പോവാണ്. ഇതിനകത്ത് ഹൈപ്പർ മോഡിലാണ് നമ്മൾ പോകുന്നത്. ഹൈപ്പർ മോഡിനകത്ത് പറയുന്നത് 94 കിലോമീറ്റർ ഓടും എന്നാണ് പറയുന്നത്. അത് നമുക്ക് നോക്കാം. എനിക്ക് ഈ വണ്ടിയെ പറ്റി ഒന്നും അറിയത്തില്ല. ഇത് എങ്ങനെയാണ് ഓണാക്കണ്ടേന്ന് ഒരു പരിപാടി എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ലോക്കാണല്ലോ. എങ്ങനെയാണ് ലോക്ക്? തെച്ച് താക്കോലൊന്നുമില്ല. ഒരു പാസ്വേഡ് അടിക്കാൻ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. വന്നു ഓ മാൻ, എക്സൈറ്റ് കൊടുത്താ തോന്നില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ചെയ്യണോ? കാർക്ക് മാറ്റുന്നത് എങ്ങനെയാ എനേബിൾ ആക്കുന്നേ? അയ്യോ, ഡിക്കിയൊക്കെ തുറന്നു. ചേട്ടാ ഇത് ഓടിക്കണമെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും ഞാൻ? ഇതെന്താ 64 70 73 76 80. സോ നോർമൽ മോഡിന്റെ ടോപ്പ് സ്പീഡ് 80 ആണ്. വേണ്ട ചാർജിങ് 49% കാണിക്കുന്നു. ഫുൾ ആവാനായിട്ട് നമുക്ക് 11:30 ആവുമെന്ന് കാണിക്കുന്നു കേട്ടോ. ഇപ്പം സമയം 8:01. കറണ്ട് പോയടാ. അയ്യോ എപ്പോൾ തീരും എന്തോ ഇത്. ഇപ്പം 11:57 ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഹൈപ്പർ മോഡിൽ നമുക്ക് 100% ചാർജ് ഉണ്ട്. 94 കിലോമീറ്റർ പോകുമെന്ന് പറയുന്നു. ഈ ഹൈപ്പർ ഇട്ട് പോകുന്നതിൻ്റെ കാര്യം, ഇതിൻ്റെ ഏറ്റവും മാക്സിമം പവർ കിട്ടുന്ന മോഡാണ്. ഇതിൽ നമുക്ക് ഈ 94 കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ പുറത്ത് കിട്ടുന്നുണ്ടോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോഴത്തെ കിലോമീറ്റർ 16198 ആണ്. ഈ വണ്ടിക്ക് ഏറ്റവും ഈ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയ, എനിക്കിപ്പോൾ ഓടിച്ചപ്പോൾ തോന്നിയ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഏറ്റത്ത് പോയി വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ബ്രേക്ക് പിടിച്ച് നിൽക്കുകയായിരിക്കുമല്ലോ. ബ്രേക്കിൽ നിന്ന് കൈ എടുക്കുമ്പോൾ വണ്ടി പുറകോട്ട് പോകും, എന്നിട്ടേ വണ്ടി മുന്നോട്ട് പോകുള്ളൂ. അപ്പം നമ്മുടെ സാധാ പെട്രോൾ വണ്ടി പോലല്ല. ബ്രേക്ക് പിടിച്ചിട്ട് നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് എടുക്കാൻ പറ്റില്ല. ബ്രേക്ക് പിടിച്ച ആക്സിലേറ്റർ കട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചു തരാം. ബ്രേക്ക് പിടിച്ചു, ആക്സിലേറ്റർ പോകുമോ? ഇല്ല, ഇതിനകത്തൊന്നുമില്ല. അപ്പോൾ അതെനിക്കെന്തോ അത് യൂസ്ഡ് ആവണമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ബാക്കിലേക്ക് പോകുന്നുണ്ടോ വണ്ടി? ബാക്കിലേക്ക് പോയതുണ്ടോ? ഇപ്പം ഹിൽ ഹോൾഡ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം ഇതാ. ഹിൽ ഹോൾഡ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ബ്രേക്കിലാണ്. ഓക്കെ, ഹിൽ ഹോൾഡ് വാ. തനിയെ വരത്തില്ലായിരിക്കും. കണ്ടോ ബാക്കിലേക്ക് ഇറങ്ങുന്നുണ്ടോ? നമ്മൾ ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്കാണ്. ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ബ്രേക്കിൽ നിന്ന് സഡനായിട്ട് വിട്ട് വേണം ഇത് വണ്ടി എടുക്കാൻ. അത് ആദ്യമായിട്ട് ഈ വണ്ടി എടുക്കുന്നവർക്ക് അത് കിട്ടത്തില്ല. ഇപ്പം ഹിൽ ഹോൾഡ് തനിയെ വന്ന് പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ നിർത്തി എടുക്കാൻ നോക്കി. ഓക്കെ, അതായത് സഡനായിട്ട് എടുക്കണം. ബ്രേക്കിൽ നിന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ സഡനായിട്ട് ആക്സിലേറ്റർ കൊടുത്തോളാം, ഇല്ലെങ്കിൽ വണ്ടി പുറകെ പോകും. ആ ഒരു സംഭവം പ്രാക്ടീസ് ആവാൻ ഇച്ചിരി സമയമെടുക്കും. എനിക്കിപ്പോൾ സെറ്റായിട്ടുണ്ട്. ആദ്യമേ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ആദ്യമേ ഞാൻ നിർത്തിയപ്പോൾ കണ്ടില്ലേ വണ്ടി നല്ല ബാക്കിലോട്ട് പോയത്. അപ്പം അതൊന്ന് സെറ്റാക്കണം. ഇറ്റ്സ് നോട്ട് എ കംപ്ലൈൻറ്റ്, അങ്ങനെയാണ്. ഇപ്പോൾ 85% ബാക്കിയുണ്ട്. നമുക്കിപ്പോൾ 20 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഈ സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. സോ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്. ഇനി ഏത് വണ്ടിയാണ് കാണേണ്ടത് അത് കമൻറ്റ് ചെയ്യുക. നമ്മളത് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്തിരിക്കും. ഓക്കെ, കുറച്ച് ഡിലേ ഉണ്ടാവും, എന്നാലും നമ്മൾ മാക്സിമം കണ്ടില്ലേ ഓരോ വണ്ടികൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 100 വണ്ടിയെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ 100 വണ്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ഒരു കയറ്റമാണ്, 30 ലോക്ക് ചെയ്തേക്കുവാണ്. കയറുമെന്ന് നോക്കാം. സിമ്പിള്, ഇതൊക്കെ സിമ്പിള്. ഇപ്പൊ ഇറക്കമാണ്, 30 തന്നെ പിടിച്ചിറങ്ങുമെന്ന് നോക്കാം. 30 കൊണ്ടുപോകുന്നുണ്ടോ? ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇൻഡിക്കേറ്റർ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടേൺ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആവില്ലേ, അപ്പോഴേ ഇൻഡിക്കേറ്റർ തനിയെ ഓഫാവും. ക്രൂയിസ് കൺട്രോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ വെച്ച് കീറി പോകുന്ന പവറുണ്ട്, നല്ല പവറുണ്ട്. 115 എങ്ങാണ്ടാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത് ഹൈപ്പർ മോഡിൽ. കറക്റ്റ് ഞാൻ കയറ്റി നോക്കിയില്ല. കംഫർട്ട്, സീറ്റിൻ്റെ കംഫർട്ട് ഒരു രക്ഷയില്ല. കിടിലൻ സീറ്റാണ്. പില്യൺ ഉണ്ട് എൻ്റെ കൂടെ.
നല്ല കംഫർട്ടാണ്. നല്ല കംഫർട്ട് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടാണ്. ഇതാ ഈ വരുന്ന ഒരു കയറ്റമാണ്. ഞാൻ ഇവിടെ 40 സ്പീഡ് കൊടുക്കും ഇപ്പം. എന്നിട്ട് ഇതാ ക്രൂയിസ് കൺട്രോൾ ഇട്ട് കയറുന്ന നോക്കാം. ഓ സെറ്റ്. നമ്മൾ ഹൈപ്പറിലാണ് കേട്ടോ. എക്കോ മോഡിൽ ഇത് കയറുമോ എന്ന് എനിക്കറിയില്ല. ഹൈപ്പറിൽ കയറുന്നുണ്ട്. 64% നമുക്കിപ്പം 50 ഓടിയിട്ടുണ്ട്. 60 കിലോമീറ്റർ ആയിട്ടുണ്ട്. 56% ചാർജ് ഉണ്ട്. 70 കിലോമീറ്റർ ആകുമ്പോൾ 49% ചാർജ്. ഇപ്പോൾ അതാ 81 ആയിട്ടുണ്ട്. 40% ചാർജ് ബാക്കിയുണ്ട്. 90 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 32% ചാർജ് ബാക്കിയുണ്ട്. നമുക്കാകെ ഈ ഹൈപ്പർ മോഡിൽ 94 ഓടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് 90 ആയി. 32% ഇനി ചാർജ് ഉണ്ട്. വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ലൈറ്റിൻ്റെയാണ്. ഇത് ക്രൂയിസ് കൺട്രോളാണ്. ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇത് വരുന്നത്. ഇപ്പോൾ ഹോണാണ്. ഇപ്പോൾ നമ്മുടെ ഈ മോഡ് മാറ്റുന്നത് ഇവിടെയാണ്. വണ്ടി ഓൺ ആക്കണം. ഇതിനകത്തൊരു പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കീ ഇല്ല. ഇപ്പം നമ്പർ ലോക്കാണ്. അത് അടിക്കാനുള്ള ഇത് വരും. ഇപ്പം നമ്പർ ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓണായി വരും. പി എന്ന് വെച്ചാൽ പാർക്കിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പാർക്ക് മാറ്റാനായിട്ട് ഇനി ഈ രണ്ടും പറയാം. ഇത് മ്യൂസിക്കിൻ്റെയാണ് ഈ കൺട്രോള്. ഇത് വോളിയം അപ്പും ഡൗണുമാണ്. ഇത് എനിക്ക് ആരും പറഞ്ഞു തന്നില്ല കേട്ടോ. ഞാനിതിപ്പോൾ ഓടിച്ചുള്ള എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. ഇൻബിൽട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. നമ്മൾ പെട്ടെന്നൊരു വണ്ടി കിട്ടുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നും അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. വലിയ റിവ്യൂസൊന്നും ഞാൻ പറയില്ല. ജസ്റ്റ് നമ്മുടെ ഒരു വണ്ടി കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നു. ഈ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഈ പി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുത്താൽ ഇത് മാറില്ല. പി മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണം. ഇപ്പം ഡ്രൈവ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. നോർമൽ മോഡാണ് കാണിക്കുന്നത്. ഈ മോഡ് മാറ്റാനായിട്ട് സ്പോർട്ട്, ഹൈപ്പർ, മൈ മോഡ് എന്ന് പറഞ്ഞാൽ വേറൊരു മോഡും ഉണ്ട്. കസ്റ്റമൈസ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഹൈപ്പറിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. ഹൈപ്പർ ഇട്ടിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങും കണ്ടോ. ഇപ്പോൾ 94 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഹൈപ്പർ മോഡിൽ 94 കിലോമീറ്റർ ആണ് പറയുന്ന റേഞ്ച്. എനിക്കിപ്പോൾ 94 കിലോമീറ്റർ ആയിട്ടുണ്ട് ഹൈപ്പർ മോഡിൽ. ഇനി 29% ബാക്കി കിടപ്പുണ്ട്. എത്ര പോകും നമുക്ക് നോക്കാം. ഇപ്പോൾ 101 ആയിട്ടുണ്ട്. 24% ബാക്കിയുണ്ട്. ഹൈപ്പർ മോഡിൽ 94 ഓടുമെന്നാണ് പറഞ്ഞിരുന്നത്. 101 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൂടുതൽ തീർക്കുന്നില്ല. ഇപ്പോൾ 23% ആയിട്ടുണ്ട്. 102 കിലോമീറ്റർ ആയിട്ടുണ്ട്. 77% നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100%ൻ്റെ എത്ര കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 102 ഡിവൈഡഡ് ബൈ 77 ഇൻറ്റു 100, അതായത് 132.46 ആണ് നമുക്ക് 100%ന് ഹൈപ്പർ മോഡിൽ നമുക്ക് കിട്ടുക. ഈ രീതിയിൽ ഞാൻ ഈ ഓടിച്ച രീതി വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് കിട്ടുക. ബട്ട് ഇത് ശരിക്കും കിട്ടില്ല. 132 കിട്ടാൻ സാധ്യതയില്ല. കാരണം 20 താഴെയായി, അതായത് 15 താഴെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പർ മോഡ് കട്ടാവും. നോർമൽ മോഡേ വരത്തുള്ളൂ. 10 താഴെ ആയി കഴിയുമ്പോഴത്തേക്കും നോർമൽ മോഡ് കട്ടായി ഈ എക്കോ മോഡ് മാത്രമേ വരത്തുള്ളൂ. അപ്പം സ്പീഡ് അതുപോലെ കുറയും. ഏറ്റവും ഒന്നും ആളെ വെച്ചിട്ട് കയറില്ല. അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതായത് 20 താഴേക്ക് ആകുമ്പോൾ നമുക്കൊരു 10 കിലോമീറ്റർ കിട്ടും എന്നുള്ള രീതി കൂട്ടിയാൽ മതി. നമുക്ക് കിട്ടുന്ന മൈലേജ് ഒരു 112 ഒക്കെയാണ്. 194 പറഞ്ഞെടുത്ത് നമുക്ക് 112 കിട്ടും. പക്ഷേ കമ്പനി പറയുന്നത് 94 ആണ്. സോ അതാണ് അതിൻ്റെ മൈലേജിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഏത് വണ്ടിയുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ.